ഗുഡ് മോർണിംഗ്. ഹായ് എവരി വൺ. ഞാനിതാ വീണ്ടും എത്തിയിരിക്കുന്നു പുതിയൊരു വ്ളോഗുമായിട്ട്. ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ, നല്ല നെല്ലും തെങ്ങും ഒക്കെ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ നെല്ലും തെങ്ങൊന്നും ഒക്കെ ആദ്യം കാണാറില്ല. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടു കഴിയുമ്പോൾ ദേ നല്ല വഴി, ബാക്കിൽ അങ്ങ് ദൂരെ കാണാം മലകൾ, അതിൻ്റെ മുകളിൽ മിസ്റ്റ് ഒക്കെ കാണാം. ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. തമിഴ്നാട് തെങ്കാശി. സൺഫ്ലവേഴ്സ് വിരിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി. എനിക്കിതുവരെ കാണാൻ വരാൻ പറ്റിയില്ല. ഒരുപാട് പേർക്ക് വരാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷെ നമ്മളങ്ങനെ വിട്ടാൽ മോശമല്ലേ? അപ്പോൾ ആഗ്രഹമുള്ളതൊക്കെ പറ്റുന്നത് പോലെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. സോ ഇന്നിപ്പോൾ ഞാൻ തെങ്കാശിയിൽ സൺഫ്ലവറിൻ്റെ പാടം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വ്ളോഗിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. തെങ്കാശി എത്തി എന്ന് അറിയിക്കാൻ ദേ സൈൻ ബോർഡ് വഴിയരികിൽ. നമ്മുടെ നാട്ടിൽ ഫോറസ്റ്റ് ഏരിയയിൽ കാണപ്പെടുന്ന പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മരങ്ങളാണ് റോഡിൻ്റെ ഇരുവശവും. ഒരു സൈഡിലായിട്ട് ഒരു പോണ്ട് ഞാൻ കണ്ടു. അതിൻ്റെ പേരെനിക്കറിയില്ലായിരുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ തെങ്കാശി പോണ്ട് എന്നാണ് എഴുതി കാണിച്ചത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിറയെ കെട്ടിടങ്ങളും റൈറ്റ് സൈഡിൽ അങ്ങ് ദൂരെയായിട്ട് പർവ്വതനിരകളും മേഘങ്ങളുമായിരുന്നു കാണപ്പെട്ടിരുന്നത്. നല്ല ഭംഗിയുള്ള പ്രദേശമായിരുന്നു. പക്ഷേ നിലത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. സൈൻ ബോർഡിൽ കാണിച്ചിരിക്കുന്ന തിരുനെൽവേലി 54 കിലോമീറ്റർ കോട്ടല്ലം. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് കോട്ടല്ലം എന്ന് പറഞ്ഞിട്ടുള്ള, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് എനിക്കറിയില്ല, ആ സ്ഥലത്തൊരു ഹോട്ടലിലാണ് കേട്ടോ. ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തിരികെ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ആഡ് ചെയ്യാം. കാരണം 2000 രൂപയ്ക്ക് തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു അതൊരു വെർത്തായിട്ടൊരു റൂമാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വൃത്തിയും കാര്യങ്ങളുള്ള ഏറ്റവും നല്ലൊരു റൂമാണ്. നമ്മുടെ കേരളത്തിലൊക്കെ കിട്ടുന്ന പോലെ നല്ലൊരു റൂം. ഇടുങ്ങിയ വഴികളും ട്രാഫിക് ബ്ലോക്കുകളും നന്നായി ഉള്ള സ്ഥലം തന്നെയാണ് തെങ്കാശി ടൗൺ. തെങ്കാശി ടൗൺ പാസ് ചെയ്ത് ഞാൻ ഗ്രാമങ്ങളിലേക്ക് യാത്ര തിരിച്ചു. എനിക്ക് കാണേണ്ടത് സൂര്യകാന്തി പാടങ്ങളാണ്. പോകുന്ന വഴിയരികിൽ ഇടതുവശത്തായി ഒരു പുഴയും വലതുവശത്തായി നിറഞ്ഞു നിൽക്കുന്ന പാടശേഖരങ്ങളും തെങ്ങിൻതോപ്പുകളും കാണാൻ സാധിക്കും. കേരളത്തിനേക്കാളേറെ കൃഷിയിടങ്ങൾ തമിഴ്നാടിൽ നിന്ന് സ്വന്തമായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലേക്കാളും നേരത്തെ വെയിൽ വരും കേട്ടോ. വഴിയിലൊക്കെ വഴിയരികിലും പാടത്തുമൊക്കെ കർഷകർ ഇത്ര അതിരാവിലെ തന്നെ ഇറങ്ങി പണിയെടുക്കുന്നൊക്കെയുണ്ട്. പാലക്കാടൻ വ്യൂ പോലെയാണ്. പനയൊക്കെയുണ്ട്. ഇതിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. പുഴയിൽ വണ്ടി ഇറക്കി വണ്ടി കഴുകുന്നു. പുഴയിലേക്ക് അധികം ഡെപ്ത് ഒന്നുമില്ല. പിന്നീട് അധിക സ്ഥലത്തൊന്നും ഞാൻ വണ്ടി നിർത്താൻ പോയില്ല. തിരികെ വരുമ്പോൾ എവിടെയെങ്കിലും നിർത്തി കാണാനുള്ള സ്ഥലങ്ങൾ കാണാം. അധികം വെയിലാകുന്നതിന് മുന്നേ തന്നെ എനിക്ക് സൂര്യകാന്തി പാടത്ത് എത്തിപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്കൊരു സംശയം, വഴി തെറ്റിപ്പോയോ എന്ന്. ഇല്ല, വഴി തെറ്റിയില്ല. ഫൈനലി നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. സാമ്പവാർ വടകരി. ഇവിടെ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മണ്ണിട്ട ഒരു വഴി തിരിയുന്നുണ്ട്. വളരെ വീതി കുറഞ്ഞ വഴിയാണ്. അതിലെ കാറുമായി പോകുന്നത് സൂക്ഷിച്ചു വേണം. തെന്നിയാൽ അടുത്തുള്ള പോയിന്റിലാണ് വണ്ടി കിടക്കുക. പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാൻ നല്ലൊരു ഏരിയ അവിടെ ഉണ്ട് കേട്ടോ. വീതി കുറഞ്ഞ ഈ വഴി കൂടെയാണ് കാറ് വന്നത്, ഈ പോയിന്റിൻ്റെ സൈഡിൽ കൂടെ. ഫൈനലി നമ്മളിതാ കണ്ടുപിടിച്ചിരിക്കുന്നു നമ്മുടെ സൂര്യകാന്തി തോട്ടം. ഞങ്ങോട്ട് വഴി മോശമെന്നൊക്കെ പറഞ്ഞാലും കാറ് പാർക്ക് ചെയ്യാനുള്ള ഇടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പം ദേ ഒരു KL30 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആരാണെന്നൊന്നും അറിയില്ല. എന്തായാലും പാലക്കാരി പിള്ളേർ കൊള്ളാം. നമ്മുടെ സൂര്യകാന്തി പാടം ഒരുപാടൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അധികമില്ല, വളരെ കുറവാണ്. ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോ കാറ്റാടികളൊക്കെ. പലരുടെയും വീഡിയോ കണ്ടിട്ടാണ് ശരിക്കും സൺഫ്ലവർ കാണാൻ വേണ്ടി വന്നത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ അധികം ഒരുപാട് വലിയ പാടങ്ങളല്ല. അപ്പോൾ ഇത്തവണ പൂക്കളും വലുപ്പത്തിൽ ചെറുപ്പമാണ്, അതായത് വലുപ്പം കുറവാണ്. നോക്കൂ, ഇത്രയൊക്കെയുള്ളൂ വലുപ്പം. കണ്ടോ? കറക്റ്റായിട്ട് പറഞ്ഞാൽ എൻ്റെ ആ കൈയുടെ മുഴുപ്പ് കംപ്ലീറ്റ് ഇല്ല, ഇത്രയും നീളം. സാരിയൊക്കെ എടുത്ത് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഫോട്ടോ എടുത്തരാനൊന്നും ആരുമില്ല. മാത്രമല്ല
എൻ്റെ ട്രൈപോഡ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് കുറവാണ്. അപ്പോൾ തൽക്കാലം ഇന്ന് സെൽഫി സ്റ്റിക്കിലുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഫോട്ടോസ് അധികം ഉണ്ടാവില്ല, ഉള്ള വീഡിയോയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഫീൽഡിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഫീ ഉണ്ട്. അതായത് 25 റുപ്പീസ് പെർ ഹെഡാണ് അവർ ചാർജ് ചെയ്യുന്നത്. തോട്ടം നോക്കാൻ എപ്പോഴും തന്നെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവനാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത്. ദേ പാകമായി ഇതൾ കൊഴിഞ്ഞു പോയ സൂര്യകാന്തിപ്പൂ. ഞാനീ നിൽക്കുന്ന തോട്ടം ഏകദേശം ഒരു 1.5-2 ഏക്കർ എങ്കിലും കാണും. നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റിക്കുമായി ചെല്ലുന്നതൊക്കെ കാണാൻ ഇവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഏർലി മോർണിംഗ് വരണം, അതായത് നല്ല വെയിലാവുന്നതിന് മുന്നേ. ഞാൻ വന്ന സമയം 8 മണി 8:30 പക്ഷെ എന്നിട്ട് പോലും അത്യാവശ്യം നല്ല വെയിലുണ്ട്. എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ അവർ നമ്മളോട് പറയുക ഫ്ലവേഴ്സിൻ്റെ അകത്ത് പിടിക്കരുത്, നശിപ്പിക്കരുത് എന്നൊക്കെയാണ്. പക്ഷെ ഇത്തവണ പേയ്മെൻറ്റ് മേടിച്ച് അകത്ത് കയറ്റിയത് കൊണ്ടാണോ എന്തോ നമ്മളോട് പറഞ്ഞു അതിൻ്റെ അകത്ത് ആളുകൾ നടക്കുന്ന വഴിയുണ്ട്, ഓക്കെ, അതിൻ്റെ അകത്തുകൂടി എല്ലാം നടക്കാം, നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം. അപ്പം ഞങ്ങൾ ചോദിച്ചു, അതായത് ഞാനല്ല, എൻ്റെ മുൻപിൽ വന്ന പാലക്കാരി പിള്ളേർ 1-2 പേരുണ്ടായിരുന്നല്ലോ, അവർ ചോദിച്ചു തൊടാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് തൊടുവോ പിടിക്കുവോ ഫോട്ടോ എടുക്കുവോ എന്ത് വേണമെങ്കിലും ആകാമെന്ന് പറഞ്ഞു. അതെന്താണെന്നറിയില്ല അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഞാനെന്തായാലും ഉപദ്രവകരമായിട്ടുള്ള രീതി ഒന്നും ചെയ്തൊന്നുമില്ല. ജസ്റ്റ് വന്നു, നമ്മൾ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. തനിയെ ആയതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ട്, ഒരുപാട് നേരം നിൽക്കാനും എനിക്ക് പറ്റില്ല. അപ്പോൾ സമയം വൈകുന്നതിന് മുന്നേ ഹോട്ടലിൽ തിരിച്ചെത്തണം. ഹോട്ടലിൽ തിരിച്ചെത്തിയാലേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്പലത്തിലൊന്ന് കയറണം എന്നുണ്ട്. സോ നടക്കുമെന്നറിയില്ല, അതിൻ്റെ അകത്ത് ക്യാമറ പെർമിറ്റ് ഇല്ല. ഈ സൂര്യകാന്തിക്ക് എന്തോരം ഭംഗിയാണല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അവിടെ ഇവിടെയൊക്കെയായി സൂര്യകാന്തി കൃഷികൾ പലരായി തുടങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഹോട്ടലിൽ 10 മണിക്ക് മുൻപേ എത്തണം, എന്നാലേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തുള്ളൂ. പെർഫെക്റ്റ് ആണ്, അതുകൊണ്ട് അവർ പറയുന്ന ടൈമിനുള്ളിൽ ചെല്ലണമല്ലോ, ബുദ്ധിമുട്ടിക്കരുതല്ലോ. തെങ്കാശിയുടെ കുറച്ച് മനോഹരമായിട്ടുള്ള വ്യൂസ് വഴിയിൽ കൂടെ പോകുന്നപ്പോൾ കിട്ടിയിട്ടുള്ള കുറച്ച് നല്ല വ്യൂസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾ വരിക. സൺഡേയിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാവും. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു. സോ വർക്കിംഗ് ഡേയ്സിൽ, അതായത് വീക്ക് ഡേയ്സിൽ വരാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനപരമായിട്ട് ഇതിൻ്റെ അകത്തൂടെ നടന്ന് വേറെ ആൾക്കാരുടെ ശല്യമൊന്നുമില്ലാതെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. മലയാളികളാണ് കൂടുതലും പേര് ഇവിടെ വരുന്നതെന്നാണ് പറഞ്ഞത്. ചീത്തപ്പേരുണ്ടാക്കരുത് മലയാളികൾക്ക്, വന്ന് ഒന്ന് നശിപ്പിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വന്ന് കണ്ട് ഫോട്ടോസ് വീഡിയോസും എടുത്ത് എല്ലാവരും പോവാം. ഇതുപോലെ വൺ ഡേ ട്രിപ്പുകൾ പോകാൻ പറ്റുന്ന പ്ലേസസ് എല്ലാവരും പോയി എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക. നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ, എൻജോയ് ചെയ്യുക. എവിടെ ചെന്നാലും നിന്ന നിപ്പിൽ കറങ്ങി ഒരു സെൽഫി വീഡിയോ എനിക്ക് മസ്റ്റാണ്. എവിടെ നിന്ന് കിട്ടിയ ശീലമാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് നൊങ്കല്ലേ? നൊങ്ക്, ഓക്കെ. ഇതാ ഈ ഇലക്കകത്ത് ഈ കായ ഒരെണ്ണം എടുത്ത് വെട്ടി അതിൻ്റെ വെള്ളം തരും, അത് പനനൊങ്ക്. ഇവിടെ സൂര്യകാന്തിപ്പാടം കാണാൻ വന്നപ്പം കോട്ടയംകാർ 4 പിള്ളേരെ കൂട്ടുകിട്ടി. നമുക്ക് അവരൊന്ന് കാത്തു, കാത്തുൻ്റെ ബ്രദറാണിത്. പറഞ്ഞ പേര് പറ. സച്ചിൻ, വിഷ്ണു, അനന്തു. ഇവർ 4 പേരും കോട്ടയത്ത് നിന്ന് തനിയെ ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ വന്നു കേട്ടോ. ആക്ച്വലി ഇവരെ ഞാൻ ഫൈൻഡ് ചെയ്തത് ഇവരുടെ വണ്ടിയുടെ നമ്പർ KL35 രജിസ്ട്രേഷൻ കണ്ടോണ്ട് ഞാൻ ജസ്റ്റ് എന്ന് ചോദിച്ചതാണ്. അങ്ങനെ അവർ 4 പേര് കമ്പനി കിട്ടി, കൂട്ടുകിട്ടി. അപ്പോൾ ഇത്തവണ വ്ളോഗിന് നമുക്ക് 4 പേര് എക്സ്ട്രാ. വഴിയെ പോകുന്നപ്പോൾ കണ്ടൊരു സ്ഥലമാണ്. ദേ കാത്തു അതിലിറങ്ങി നടക്കുന്നു. ഇവിടെ ഇവിടെ തൊട്ട് വെള്ളമുണ്ട് കണ്ടോ, പരന്നൊഴുകുന്ന നദി. ഇവിടെ കുറച്ചുപേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കാനും ഒക്കെ വരുന്നുണ്ട്. ദേ നമ്മുടെ വണ്ടി കിടക്കുന്ന അങ്ങ് ദൂരെ കണ്ടോ മേഘങ്ങള്, മലകള്, കാറ്റാടിമരം.
എന്തോരം ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ഓരോരോ സ്പോട്ടുകൾ നമ്മളിങ്ങനെ വഴിയെ പോകുമ്പോഴത്തേക്കും കാണുമ്പോൾ നിർത്താനും ഫോട്ടോ എടുക്കാനെല്ലാം നമുക്ക് എപ്പോഴും തോന്നും. അതുപോലെ ഒരുപാട് സ്പോട്ടുകളുള്ള ഒരിടമാണ് തെങ്ങ്. തമിഴ്നാടിൻ്റെ മനോഹാരിത ഒപ്പിയെടുത്ത ചില സിനിമകളുണ്ട്. അതിൻ്റെ ചില പോർഷൻ ചിത്രീകരിച്ചിട്ടുള്ള ചില ഇടങ്ങൾ വഴിയരികിൽ കണ്ടു. ഇത് എവിടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. പൂ കാണാൻ അങ്ങോട്ട് പോയപ്പോൾ, സൂര്യകാന്തി കാണാൻ പോയപ്പോൾ വഴിയരികിൽ ഞാൻ നോട്ടം ഇട്ട് വെച്ചിരുന്ന ഒരാലാണ്. വലിയൊരാല് സൈഡിലായിട്ട് കണ്ടോ. ഇത് അന്യൻ സിനിമയിലെ രണ്ടക രണ്ടക എന്ന പാട്ട് ചിത്രീകരിച്ച സ്ഥലമാണ്. അതിൻ്റെ സൈഡിലുള്ള പുഴയോരത്ത് കുറച്ച് നേരം ഇതിൻ്റെ നടുക്ക് പള്ളകൾ നിൽക്കുന്ന ചെറിയൊരു ഐലൻഡ് പോലെയൊക്കെ ഉണ്ട്. അത്തരമൊക്കെ നീർക്കാക്കകളുണ്ട്. നമ്മളിപ്പോൾ കണ്ട ഈ സ്പേസിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ഫുള്ള് കാറ്റാടിപ്പാടാണ്. പക്ഷെ അത് അങ്ങ് ദൂരെ ആയതുകൊണ്ട് നമ്മുടെ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് പതിയത്തില്ല. ഇവിടെ ഇറങ്ങണം എന്നുള്ളത് ഞാനിപ്പം നമ്മൾ സൂര്യകാന്തിപ്പാടം കാണാൻ പോയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത ജസ്റ്റ് കാരണം അത്ര നല്ലൊരു വൈബാണ് കാണാൻ. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്, ഒരു തണലൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിറങ്ങി ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഇറങ്ങിയതാണ്. അത്രയേറെ പ്രശസ്തമായ ഒരു സിനിമയുടെ ഭാഗങ്ങൾ ചിത്രീകരിച്ച ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണിതെന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്വയം വിശ്വാസമായില്ല. അതുകൊണ്ട് തന്നെ സ്വയം വിശ്വസിക്കാൻ കുറേയേറെ നേരം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. തുടർന്ന് ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് തിരികെ പോയി. സമീൻ എന്നൊരു റിസോർട്ടാണത്. പക്ഷേ 2000 രൂപയ്ക്കുള്ളിൽ ഏറ്റവും നല്ല ഫെസിലിറ്റി അവരെനിക്ക് ഒരുക്കി തന്നു. ചെക്കൗട്ട് ചെയ്ത് 12 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയുള്ള ഡോറയുടെ പ്രയാണം കാണാൻ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ വാരിക്കോരി തന്നോളൂ കേട്ടോ.